എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബനാന ചോക്ലേറ്റ് കേക്കാണ്. ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഒരു പാനിലാണ്. ഓവനൊന്നും വേണ്ട, ബീറ്റർ വേണ്ട, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു 15-20 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയാലോ. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് നല്ലതായിട്ടൊന്ന് ഉരുകി വരണം. ബട്ടർ ഉരുകി വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നോട് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രൗൺ ഷുഗർ ആട്ടോ. അപ്പം നിങ്ങൾ സാധാ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. പഞ്ചസാര ഒന്ന് ക്യാരമലായി വരണം. പഞ്ചസാര നല്ലതായിട്ടൊന്ന് ഉരുകി വരണം. ഈ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി തീ ഫുള്ളങ്ങ് കുറച്ച് വെക്കുക. ഇവിടെ ഞാൻ 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്തിട്ടുള്ള ഏത്തപ്പഴം തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അധികം പഴുക്കാത്ത ഏത്തപ്പഴം എടുക്കരുത് കേട്ടോ. അതുപോലെ ഒത്തിരി അങ്ങ് തൊലി കറുത്ത് പോയിട്ടുള്ള ഏത്തപ്പഴം എടുക്കല്. നിങ്ങൾക്ക് ഈ ഏത്തപ്പഴത്തിന് പകരം ഇങ്ങനത്തെ പഴം വേണി എടുക്കാം കേട്ടോ. ഇവിടെ ചിക്കുട്ടപ്പഴം, പിലിപ്പിന പഴം എന്നൊക്കെ പറയും. നാട്ടിലെ റോബസ്റ്റ പഴം ഉണ്ടല്ലോ, ആ പഴം വേണ്ടി നിങ്ങൾക്ക് എടുക്കാം. നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതിനെ മുറിച്ചെടുക്കാം. ഞാൻ എങ്ങനെ മുറിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഏത്തക്കയുടെ തൊലിയെല്ലാം ഞാൻ ഇവിടെ കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഏത്തക്ക എങ്ങനെ മുറിക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ നടുക്കൂടെ 2ആയിട്ട് ഇതുപോലെ നീളത്തിൽ അങ്ങ് മുറിച്ച് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഈ 2 ഏത്തപ്പഴം നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ പാത്രത്തിൻ്റെ അളവനുസരിച്ച് നമുക്കിപ്പം നീളത്തിൽ തന്നെ മുറിച്ചെടുക്കണമില്ല, നടുക്കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് മുറിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഏത്തപ്പഴം അങ്ങ് മാറ്റി വെക്കുക. ഇപ്പോൾ കണ്ടില്ലയോ, പഞ്ചസാരയൊക്കെ നല്ലതായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. എന്നിട്ട് പഞ്ചസാര കരിഞ്ഞു പോകരുത് കേട്ടോ. കരിഞ്ഞു പോകുമ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് ഫീൽ ചെയ്യും. ഇത്രയും മാതിരി ഉരുകി വന്നാൽ മതി. തീ അങ്ങ് ഫുൾ കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കുക. ഇതേ രീതിയിൽ അങ്ങ് പാനിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എവിടേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാമോ അവിടെയൊക്കെ മുറിച്ചിട്ട് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി തീ അങ്ങ് ഫുൾ കുറച്ച് വെക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ച് തണുപ്പ് മാറിയിട്ടുള്ള മുട്ടയാണ് കേട്ടോ. ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാരയോട് ഇട്ട് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ 50 ഗ്രാമാണ്, 3 ടേബിൾ സ്പൂണ് അത്രയാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ 50 ml നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1/4 കപ്പ് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 100 ml പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് നമുക്ക് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പാൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് തന്നെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. തണുപ്പ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാര നല്ലതായിട്ടൊന്ന് അലിഞ്ഞ് വരണം. അതുവരെ നമുക്കിതിനെ ഒന്ന് അങ്ങനെ അടിച്ചെടുക്കാം. ബീറ്ററില്ലെങ്കിൽ സ്പൂണും കൊണ്ട് അടിച്ചെടുത്താൽ മതി. പഞ്ചസാര നല്ലതായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ ഞാനൊരു അരിപ്പ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. അൺസ്വീറ്റഡ് കൊക്കോ പൗഡറാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ നമുക്ക് ഇടഞ്ഞ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ നമ്മളിട്ട് കൊടുത്തിരിക്കുന്ന 3 ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതും ഇട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഈ മുട്ടയുടെ കൂട്ടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഗോതമ്പ് പൊടിയും കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്ക് വെച്ച് നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മുമ്പ് പറഞ്ഞ ഒരു വിസ്ക് ഇല്ലെങ്കിൽ നല്ല സ്പൂൺ വെച്ച് നിങ്ങൾക്ക് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ലതായിട്ട് എല്ലാം മിക്സ് ചെയ്യണം. ഈ രീതിയിലാണ് ഇത് കൂട്ടിയിരിക്കേണ്ടത്. കണ്ടോ, ഈ ഒരു രീതി വേണം ഇരിക്കാനായിട്ട്. ഇനി നമുക്കിതിനെ എന്ത് ചെയ്യണം അറിയാമോ? നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏത്തക്ക ഉണ്ടല്ലോ, അടപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത് ഏത്തക്കയുടെ ആ കൂട്ടിലോട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് മൊത്തം കവർ ചെയ്തിരിക്കത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളെടുക്കുന്ന പാൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി തുറന്ന് ഉള്ള പാൻ എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഈ ഒരു കൂട്ടുണ്ടല്ലോ, അതിപ്പം കുറവേ കാണത്തുള്ളൂ. അപ്പോൾ ഈ പഴം മൊത്തം കവർ ചെയ്തിരിക്കില്ല. അതുകൊണ്ട് കുറച്ച് ഒതുങ്ങിയ ടൈപ്പ് പാൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. എന്നിട്ട് മോൾഭാഗം ഇതുപോലൊന്ന് ഒരു സ്പാച്ചിൽ വെച്ച് ഇങ്ങനെ ഒന്ന് നിരത്തി ഏത്തക്കൊന്നും കാണാതിരിക്കത്തക്ക രീതിയിൽ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെക്കണം. അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കണം. അതുപോലെ നിങ്ങൾ ഈ എടുക്കുന്ന ടൈമിൽ ഗ്ലാസിൻ്റെ അടപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കൊച്ചൊരു ഹോള് കാണത്തില്ല. ആ ഹോള് ടിഷ്യൂ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ പേപ്പർ വെച്ചോ ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ടൊരു 15 മിനിറ്റ് നിങ്ങളിതിനെ ഫുൾ തീ കുറച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. 15 മിനിറ്റ് കൂടുതൽ വെക്കരുത് കേട്ടോ. എന്നിട്ട് 15 മിനിറ്റ് ഇതിവിടെ നിന്ന് ബേക്കാവട്ടെ. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ കേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിത് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. ഞാനിത് കുത്തി നോക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. സാധാരണ കേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ അകഭാഗമൊക്കെ വേഗം താമസം എടുക്കും. പക്ഷേ ഇത് പെട്ടെന്ന് വെന്ത് വരും. 15 മിനിറ്റ് വെക്കാവൂ, അതല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം. ഒരു 5-10 മിനിറ്റ് ഇതിൻ്റെ ചൂടൊന്ന് പോകാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം.
ഇപ്പോൾ ഇത് തണുക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ കമത്തിയിടാം. ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരെ അങ്ങ് പ്ലേറ്റെ പിടിച്ചിട്ട് ഇതങ്ങ് കമത്തിയെടുക്കുക. അപ്പോൾ കമത്തിയെടുത്ത് പെട്ടെന്ന് ഇളകി വരും കേട്ടോ. ഇവിടെ ഞാൻ എല്ലാം കമത്തി എടുത്തിട്ടുണ്ട്. വേണ്ടോ? ഇപ്പം നിങ്ങൾക്കിത് തോന്നുമ്പോൾ കുറച്ച് കരിഞ്ഞു പോയതായിട്ട് തോന്നുമല്ലേ? ശരിക്കും ഇത് കരിഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ കാരണം ഞാൻ പറയാം. ഞാൻ ഇതിപ്പം കട്ട് ചെയ്ത് നമ്മൾ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റും പറയാം കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇട്ടത് ബട്ടറിൻ്റെ അകത്ത് ബ്രൗൺ ഷുഗറാണ് ഇട്ടത്. അത് പക്ഷേ തീ ഫുൾ കുറച്ച് വെച്ചപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് അങ്ങുണ്ടല്ലോ കളർ മാറി നല്ലതായിട്ട് കറുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓൾറെഡി അത് കരിഞ്ഞു പോയി എന്നാണ് വിചാരിച്ചത്. പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒട്ടും കരിഞ്ഞതിൻ്റെ ആ ടേസ്റ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾ ക്യാരമൽ ചെയ്യുന്ന ടൈമിൽ ഒത്തിരി കരിഞ്ഞു ആ ഒരു കറുപ്പ് കളർ വരാനായിട്ട് നിൽക്കരുത്. നല്ല ഒരു ക്യാരമലിൻ്റെ ആ ഒരു കളർ വരുമ്പോൾ തന്നെ നിങ്ങൾ ഏത്തയ്ക്ക വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് തന്നെ വെക്കാവൂ. അധിക സമയം വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ മൂത്ത മോനെ ഏത്തപ്പഴം കടുത്താൽ കഴിക്കത്തേയില്ല. പഴത്തിൻ്റെ എന്ത് രീതിയിൽ പഴം പീസായിട്ട് കിടക്കുകയാണെങ്കിൽ അവൻ കഴിക്കില്ല. പക്ഷേ ഇതിങ്ങനെ കൊടുത്തപ്പോൾ ഉണ്ടല്ലോ ഏത്തപ്പഴം സഹിതം കഴിച്ചു. അന്ന് ഒറ്റ ദിവസം കൊണ്ട് കേക്ക് കാലിയാക്കി തന്നു. കാരണം അത്രയ്ക്കും ടേസ്റ്റുള്ള ധൈര്യത്തോടു കൂടി ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.